വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ സ്വയംകൃത ചരിത്രത്തിൽ പുണ്യവതി രോഗം പിടിപെട്ട് മരണാസന്നയായി കിടന്നപ്പോൾ പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ട് രോഗശാന്തി നൽകിയ കാര്യം വിവരിച്ചിട്ടുണ്ട്. ഒരു ദിവസം കൊച്ചുത്രേസ്യയുടെ അപ്പൻ ദുഃഖപരവശനായി അവളുടെ മുറിയിൽ കടന്നു ചെന്നു. കൊച്ചുത്രേസ്യയുടെ ജ്യേഷ്ഠ സഹോദരിയായ മരിയയുടെ കയ്യിൽ ഏതാനും സ്വർണ്ണ നാണയം കൊടുത്തിട്ട് കൊച്ചുറാണി സുഖം പ്രാപിക്കുവാൻ വിജയമാതാവിൻ്റെ പള്ളിയിൽ നവനാൾ കുർബാന ചൊല്ലണമെന്ന് എഴുതി അയക്കാൻ പറഞ്ഞു. നവനാളിൻ്റെ ഇടയിൽ ഒരു ഞായറാഴ്ച ദിവസം മരിയ, ലയോണി, സെലിൻ എന്നീ സഹോദരിമാർ തങ്ങളുടെ അനുജത്തിയായ കൊച്ചുറാണിയുടെ കിടക്കയ്ക്കരികിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. വിശ്വാസത്തോടുകൂടി ആ നിലവിളി സ്വർഗവാതിൽ തുളച്ചു കടക്കുകയും ചെയ്തു. തുടർന്നുള്ള ഭാഗം സ്വയംകൃത ചരിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് വായിക്കാം. പെട്ടെന്ന് മാതാവിൻ്റെ സ്വരൂപം ഉയരും കാന്തിയുമുള്ളതായി തീർന്നു. ആ ദിവ്യ സൗന്ദര്യത്തെ വർണ്ണിക്കാൻ ഒരിക്കലും സാധ്യമല്ല. നമ്മുടെ നായികയുടെ മുഖത്ത് അവാച്യമായ കരുണയും മാധുര്യവും കളിയാടുന്നുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ട് വരെ തുളഞ്ഞു കയറിയത് അവിടുത്തെ മനോഹരമായ മന്ദസ്മിതമാണ്. തൽക്ഷണം എൻ്റെ വേദന മാറി. കണ്ണുകൾ നിറഞ്ഞ് മനോവികാരങ്ങളാൽ പൂരിതയായി സ്നേഹപൂർവ്വം എൻ്റെ സഹോദരി മരിയ അപ്പോൾ എന്നെ നോക്കുകയായിരുന്നു. മറിയം മുഖാന്തിരമാണ് എനിക്ക് രോഗശാന്തിക്കുള്ള അത്ഭുതകരമായ അനുഗ്രഹം പരിശുദ്ധ കന്യകയുടെ മന്ദഹാസം ലഭിച്ചതെന്നുള്ളതിന് സംശയമില്ല. ആ സ്വരൂപത്തിനു മേൽ ഞാൻ കണ്ണുകൾ ഉറപ്പിച്ച് നോക്കുന്നത് കണ്ടപ്പോൾ ത്രേസ്യായ്ക്ക് സുഖമായി എന്ന് മരിയ വിളിച്ചു പറഞ്ഞു. യാഥാർത്ഥ്യവും അതുതന്നെയായി വന്നു. ചെറുപുഷ്പം വീണ്ടും ജീവിച്ചു. മഹിമയുള്ള സൂര്യൻ്റെ തെളിഞ്ഞ ഒരു രശ്മി ചൂടും വെളിച്ചവും ഉൽപ്പാദിപ്പിച്ച ദുഷ്ടനായ ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്ന് അവളെ മോചിപ്പിക്കുകയും ചെയ്തു.